പോസ്റ്റ് ഓഫീസുകൾ ഇല്ലാതാക്കുകയല്ല ലയിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ. പോസ്റ്റൽ മേഖലയിൽ നടക്കുന്നത് ആധുനിക മാറ്റങ്ങളാണെന്നും പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ജീവനക്കാരുടെ കാര്യങ്ങളാണെന്ന് ശരി, ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് ശരി, പൊതുജനങ്ങളുടെ കാര്യത്തിലും സേവനത്തിന്റെ കാര്യത്തിലും എല്ലാം വളരെ ക്രിയാത്മകമായി നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. അത് കേരളത്തിലും വളരെയധികം വളർന്നു വരുന്ന ഒരു സംഘടന. 15ഓളം സർക്കിളുകളിൽ, ഏകദേശം സംസ്ഥാനവും സർക്കിളും തമ്മിൽ ഏകദേശം സാമ്യമുണ്ട്. 15ഓളം സർക്കിളുകളിൽ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷനാണ് ഇന്ന് മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ മുന്നിട്ടിരിക്കുന്നത്. ജീവനക്കാർക്കെതിരായ ഒരു നിലപാടിനും സംഘടന അനുകൂലമായി പ്രവർത്തിക്കില്ല. രാജ്യത്ത് ആകെയുണ്ടാവുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ചും പോസ്റ്റൽ രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് വിമർശനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ക്ഷേമപ്രവർത്തനങ്ങൾക്കും ജീവനക്കാരുടെ താൽപര്യങ്ങൾക്കും ഒപ്പം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് 15 സർക്കിളുകളിൽ സംഘടന മുന്നിട്ട് നിൽക്കുന്നത്. പോസ്റ്റൽ മേഖലയുടെ നവീകരണത്തിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ പിൻ ഏർപ്പെടുത്തിയത്. 24, 25, 26 തീയതികളിലായി പാലക്കാട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം പോസ്റ്റൽ മേഖലയിലെയും ജീവനക്കാരുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന് ആൻസർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. അത് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ്. ഇത് നമ്മൾ തൊഴിലാളി സംഘടന എന്ന നിലയ്ക്ക് നമ്മൾ ഇതിലെല്ലാം ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ട്. ഇവ മർജിങ് ആണെങ്കിൽ പൊതുജനങ്ങൾക്ക് ഒരു സേവനവും കട്ടയിലാവില്ല. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഇതിലെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാം ഇതിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഡിപ്പാർട്ട്മെന്റിനോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. അത് നമുക്ക് ആൻസർ ചെയ്യാൻ ഒട്ടും പാടില്ല. ഡിവിഷണൽ സെക്രട്ടറി ആർ പ്രിൻസ്, കൺവീനർ യു കൃഷ്ണകുമാർ, ചെയർമാൻ സി രമേശ്, ജി പ്രശാന്ത്, വി കെ അരുൺ, ശശിധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.